നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക് സയൻസിലെ മൂന്നാമത്തെ യൂണിറ്റ് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ വൈദ്യുതിയുടെ ഫ്ലോ, അതിൻ്റെ ഒഴുക്ക്. In the circuit you have made, electricity from the battery reaches the bulb only when you switch it on. അതായത് നമ്മൾ ഉണ്ടാക്കിയ സർക്യൂട്ടിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്യൂട്ട് ഉണ്ടാക്കുന്നതും അത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബൾബിലെത്തുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സർക്യൂട്ടൊക്കെ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ ദ സർക്യൂട്ട് യു ഹാവ് മെയ്ഡ്, നിങ്ങളുണ്ടാക്കിയ ഈ സർക്യൂട്ടിൽ എന്താ, ഇലക്ട്രിസിറ്റി ഫ്രം ദ ബാറ്ററി റീച്ചസ് ദ ബൾബ് ഓൺലി വെൻ യു സ്വിച്ച് ഇറ്റ് ഓൺ. നമ്മൾ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് എവിടെ നിന്ന് എവിടോട്ട് ഇലക്ട്രിസിറ്റി പോകുന്നത്, ഫ്രം ദ ബാറ്ററി ടു ബാറ്ററിയിൽ നിന്ന് ബൾബിലോട്ട് ഇലക്ട്രിസിറ്റി പോകുന്നത്. ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നത്, അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡസ് ദി ഇലക്ട്രിസിറ്റി റീച്ച് ദ ബൾബ് ഫ്രം ദ ബാറ്ററി? ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി എത്തിച്ചേരുന്നത്? ഡു ഓൾ സബ്സ്റ്റൻസസ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? എല്ലാ സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റിയെ ഇങ്ങനെ പോകാൻ അനുവദിക്കുമോ? നമ്മൾ ബാറ്ററിയിൽ നിന്ന് ബൾബിലോട്ട് ഇലക്ട്രിസിറ്റി എത്തിക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്തത്? വയർ, അല്ലേ? വയറാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാ സബ്സ്റ്റൻസും അത് ഒരു വയറാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ബാറ്ററിയിൽ നിന്ന് ബൾബ് വരെ ഈ ചാർജ് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു വയർ വേണം. അപ്പോൾ വയറിന് പകരം ബാക്കി ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാലും ഇതേപോലെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതായത് നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് വസ്തുക്കളുണ്ട്. അതിൽ ചിലത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യും, ചിലത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കില്ല. അതായത് വൈദ്യുതി കടത്തിവിടുന്നവയുണ്ട്, വൈദ്യുതി കടത്തി വിടാത്തവയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ഈ ഫിഗർ നോക്കിക്കോ, അതിൻ്റെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫിഗറിലുള്ള അതേപോലെ നമുക്ക് ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കണം. എന്താണ്? ടേക്ക് ദ 9 വോൾട്ട് ബാറ്ററി. ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുക്കണം. കണ്ടോ, ഇവിടെ 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തേക്കുന്നത് കണ്ടല്ലോ. കണക്റ്റിംഗ് വയർ ആൻഡ് ദ LED മോഡ്യൂൾ ഫ്രം ദ സയൻസ് കിറ്റ്. അതെ, പിന്നെ കണക്റ്റിംഗ് വയറും LED മോഡ്യൂളും നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് കണക്റ്റിംഗ് വയർ എടുക്കണം. പിന്നെ LED മോഡ്യൂളും എടുക്കണം. LED മോഡ്യൂൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? കുറേ LED ബൾബ് വച്ചിട്ടുള്ള ഒരു സ്ട്രിപ്പാണ്. അതായത് ഈ ഫിഗർ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടില്ലേ ഈ ഫിഗറിൽ, അതാണ് LED മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ LED മോഡ്യൂൾ. അപ്പോൾ അങ്ങനെ ഒരു LED മോഡ്യൂൾ എടുക്കണം. പിന്നെ എന്താണ്? കണക്റ്റിംഗ് വയർ എടുക്കണം. പിന്നെ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുക്കണം. അറേഞ്ച് ദം ആസ് ഷോൺ ദ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മളിത് അറേഞ്ച് ചെയ്യണം. വിൽ ദ LED മോഡ്യൂൾ ഗ്ലോ ഇൻ ദി സർക്യൂട്ട്? ഈ സർക്യൂട്ടിൽ LED മോഡ്യൂൾ ഗ്ലോ ചെയ്യുമോ ഇല്ലയോ? ചെയ്യോ? ഇവിടെ ഈ LED മോഡ്യൂൾ ഗ്ലോ ചെയ്യില്ല. കാരണം എന്താണ്? ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്, ക്ലോസ്ഡ് സർക്യൂട്ടാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പൺ സർക്യൂട്ട് എന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പം ഇവിടെ ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻ്റ് അനുസരിച്ച് ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടിൽ എന്താണ്? ബൾബ് അല്ലെങ്കിൽ LED മോഡ്യൂൾ കത്തില്ല, പ്രകാശിക്കില്ല. അപ്പം ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയാൽ മാത്രമേ ഇത് പ്രകാശിക്കുള്ളൂ. അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആകാൻ വേണ്ടി AB കണ്ടോ 2 പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യണം. ഈ കണക്ട് ചെയ്യുന്ന സാധനം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ LED മോഡ്യൂൾ ഗ്ലോ ചെയ്യുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഒരു റെഡ് വയറും ഉണ്ട്, ഒരു ബ്ലൂ വയറും ഉണ്ട്. റെഡ് വയർ നമ്മുടെ LED മോഡ്യൂളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ബ്ലൂ വയർ നമ്മുടെ LED മോഡ്യൂളുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഇല്ല. അത് ഓപ്പൺ, ഇങ്ങനെ ഒരു B എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്താണ്? ഇത് കത്തത്തില്ല, LED മോഡ്യൂൾ പ്രകാശിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിൽ ദ LED മോഡ്യൂൾ ഗ്ലോ ഇൻ ദി സർക്യൂട്ട്? നോ, സർക്യൂട്ടിൽ ഗ്ലോ ചെയ്യില്ല. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്.
കണക്ട് ദ എൻഡ്സ് മാർക്ക് എ ആൻഡ് ബി യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഈ എയും ബിയും എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ LED മോഡ്യൂളിൽ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് കത്തത്തുള്ളൂ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതായിരിക്കണം. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത മെറ്റീരിയൽസ് വെച്ച് നമ്മൾ എനെയും ബിനെയും കണക്ട് ചെയ്താൽ അവിടെ LED മോഡ്യൂൾ ഗ്ലോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽസ്, ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മളിവിടെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം, പിന്നെ പിന്നുണ്ടല്ലോ, പിന്നെ എ പീസ് ഓഫ് വുഡ്, ഒരു കഷ്ണം വുഡ്, നമ്മുടെ തടി യൂസ് ചെയ്യാം. പിന്നെ പേപ്പർ യൂസ് ചെയ്യാം. എയും ബിയും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ ഒരു സ്കെയിൽ യൂസ് ചെയ്യണം. ചാർക്കോൾ യൂസ് ചെയ്യുക. പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പെൻസിലുണ്ടല്ലോ, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലിൻ്റെ നടുക്ക് ബ്ലാക്ക് കളറിൽ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വരുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഗ്രാഫൈറ്റ്. അത് ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ആ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ്, അതിൻ്റെ പുറത്തുള്ളത് തടിയാണ്, വുഡാണ്. ആ മെറ്റീരിയൽ വുഡാണ്, പക്ഷേ അകത്ത് നമ്മൾ എഴുതുമ്പോൾ വരുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക് വളകൾ യൂസ് ചെയ്യുക. മെറ്റൽ വളകൾ യൂസ് ചെയ്യുക. വെറ്റ് പേപ്പർ, നനഞ്ഞ ഒരു പേപ്പർ യൂസ് ചെയ്യുക. പിന്നെ കോപ്പർ വയർ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് എയും ബിയും പരസ്പരം കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ LED സ്ട്രിപ്പ് ഗ്ലോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ ഒബ്സർവേഷൻ താഴെതായി ഈ ഒരു ബോക്സിൽ എഴുതുകയും വേണം. അപ്പം നമുക്ക് ഇത് ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മെറ്റീരിയൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പേപ്പർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒബ്സർവേഷൻ ദ LED മോഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. അവിടെ LED മോഡ്യൂൾ എന്ത് ചെയ്യുന്നില്ല? പ്രകാശിക്കുന്നില്ല. കാരണം അതിൻ്റെ നിഗമനം എന്താണ്? ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ പേപ്പർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലായോ? അപ്പം പേപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് LED മോഡ്യൂൾ എന്ത് ചെയ്യുന്നില്ല? ഗ്ലോ ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആ മെറ്റീരിയൽസ് ഉണ്ടല്ലോ ഓരോന്നായിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അതായത് സേഫ്റ്റി പിന്നും പീസ് ഓഫ് വുഡ് പിന്നെ സ്റ്റീൽ സ്കെയിൽ, ചാർക്കോൾ, ഇങ്ങനെ ഓരോന്നും യൂസ് ചെയ്തിട്ട് നമ്മുടെ LED ഗ്ലോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബോക്സിലല്ല എഴുതിയേക്കുന്നത്, കാരണം ബോക്സിൽ എഴുതുമ്പോൾ ആ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അല്ലാണ്ട് ഇവിടെ എഴുതിയേക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബോക്സ് വരച്ച് അതിൻ്റെ അകത്ത് ഇത് എഴുതി ചേർക്കണം. ഫസ്റ്റ് മെറ്റീരിയൽസ്, ഏത് മെറ്റീരിയലാണെന്നുള്ളത്, അത് സേഫ്റ്റി പിൻ. രണ്ടാമത്തെ ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒബ്സർവേഷൻ എന്താണ്? ദ LED മോഡ്യൂൾ ഗ്ലോ. അപ്പോൾ സേഫ്റ്റി പിൻ യൂസ് ചെയ്താൽ അവിടെ LED മോഡ്യൂൾ ഗ്ലോ ചെയ്യും. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ആ കോളത്തിൻ്റെ താഴെ നിങ്ങൾ എന്ത് എഴുതണം? LED മോഡ്യൂൾ ഗ്ലോ എന്ന് എഴുതണം. സേഫ്റ്റി പിൻ എന്ന് എഴുതുക. മെറ്റീരിയൽ അവിടെ നമ്മൾ നേരത്തെ എഴുതിയതിന് തൊട്ട് താഴെയായിട്ട് സേഫ്റ്റി പിൻ എഴുതുക. അപ്പോൾ എന്നിട്ട് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ കോളത്തിൻ്റെ താഴെ ദ LED മോഡ്യൂൾ ഗ്ലോ. LED മോഡ്യൂൾ അവിടെ എന്ത് ചെയ്തു? ഗ്ലോ ചെയ്തു, കത്തി അല്ലേ. ഇനി ഇൻഫറൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കോളം. അവിടെ എന്താ എഴുതാനുള്ളത്? ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു എന്നെഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ മെറ്റീരിയൽസ് അവിടെ എന്താ എഴുതാനുള്ളത്? സേഫ്റ്റി പിൻ. രണ്ടാമത്തത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ കോളം, അവിടെ എന്താണ് എഴുതാനുള്ളത്? ദ LED മോഡ്യൂൾ ഗ്ലോ. അടുത്ത മൂന്നാമത്തത് ഇൻഫറൻസ്, അവിടെ എന്താ എഴുതാനുള്ളത്? ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെ എഴുതണം. ഓക്കെ ആണല്ലോ? ഇതേപോലെ ബാക്കിയുള്ള ഓരോന്നും നമുക്ക് നോക്കാം. അടുത്തത് വുഡൻ പീസ്, നമ്മുടെ തടിയുടെ കഷ്ണം. അവിടെ എന്താ സംഭവിക്കുന്നത്? വുഡൻ പീസ് എന്ന് പറയുന്ന അത് കേൾക്കുമ്പോഴേ തടിയാണ്. തടി ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യോ? വുഡൻ പീസ് എന്ന് പറയുന്നത് ഇല്ല അല്ലേ? നമ്മളവിടെ എന്താ എഴുതേണ്ടത്? ദ LED മോഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. അവിടെ LED മോഡ്യൂൾ എന്ത് ചെയ്യുന്നില്ല? ഗ്ലോ ചെയ്യുന്നില്ല. കാരണം ഇൻഫറൻസിൽ എഴുതാനുള്ളത് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തതിൽ പേപ്പറും വുഡൻ പീസും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല അല്ലേ? അതുകൊണ്ട് LED മോഡ്യൂൾ ഗ്ലോ ചെയ്യുന്നില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന മെറ്റീരിയൽ ഏതാ? സ്റ്റീൽ സ്കെയിലാണ്. ഇവിടെ ദ LED മോഡ്യൂൾ ഗ്ലോ. ഇവിടെ LED മോഡ്യൂൾ എന്ത് ചെയ്യുന്നു? ഗ്ലോ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇൻഫറൻസിൽ എഴുതാനുള്ളത്, അപ്പം ഗ്ലോ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു എന്നാണ്. അടുത്ത മെറ്റീരിയൽ നോക്കാം.
ചാർക്കോളിൽ നമ്മൾ മെറ്റീരിയൽ ചാർക്കോൾ, അതിൻ്റെ ഒബ്സർവേഷൻ എന്താണ്? ദ LED മോഡ്യൂൾ ഗ്ലോ. അവിടെ LED മോഡ്യൂൾ എന്ത് ചെയ്യുന്നു? ഗ്ലോ ചെയ്യുന്നു, കത്തും. അപ്പോൾ ചാർക്കോൾ എന്ന് പറയുന്നത് ആ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യും. അപ്പോൾ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇൻഫറൻസിൽ എഴുതാനുള്ളത് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അടുത്തത് പെൻസിൽ ഗ്രാഫൈറ്റ്. അപ്പോൾ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ A-B-M കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ദ LED മോഡ്യൂൾ ഗ്ലോ. അവിടെ LED മോഡ്യൂൾ എന്ത് ചെയ്യുന്നു? ഗ്ലോ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫറൻസിൽ എഴുതാനുള്ളത് ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അതും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അടുത്തത് പ്ലാസ്റ്റിക് ബാങ്കിളാണ്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് വള, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ വള, അത് യൂസ് ചെയ്യുമ്പോൾ, പ്ലാസ്റ്റിക് ബാങ്കിൾ യൂസ് ചെയ്യുമ്പോൾ ദ LED മോഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. അവിടെ LED മോഡ്യൂൾ ഗ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇൻഫറൻസിൽ എഴുതാനുള്ളത് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അവിടെ ഇലക്ട്രിസിറ്റി എന്ത് കണ്ടക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് LED മോഡ്യൂൾ ഗ്ലോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് മെറ്റൽ ബാങ്കിൾ. മെറ്റൽ കൊണ്ടുണ്ടാക്കിയ വള, മെറ്റലിൻ്റെ വള, അത് യൂസ് ചെയ്യുമ്പോൾ ദ LED മോഡ്യൂൾ ഗ്ലോ. LED മോഡ്യൂൾ അവിടെ ഗ്ലോ ചെയ്യുന്നു. അതിൻ്റെ മീനിങ് ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇൻഫറൻസിൽ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി എന്ന് എഴുതണം. അടുത്തത് വെറ്റ് പേപ്പർ. എന്താണ് വെറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ? ആദ്യം നമ്മൾ പേപ്പറിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ എഴുതിയേക്കുന്നത് വെറ്റ് പേപ്പർ, അതായത് നനഞ്ഞ പേപ്പർ. അപ്പോൾ പേപ്പർ നമ്മൾ യൂസ് ചെയ്തപ്പോൾ അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്തോ ഇല്ലയോ? LED മോഡ്യൂൾ കത്തിയോ ഇല്ലയോ? LED മോഡ്യൂൾ അവിടെ കത്തിയില്ല. അതിൻ്റെ അർത്ഥം ഇലക്ട്രിസിറ്റി അത് പാസ് ചെയ്തില്ല. പക്ഷേ വെറ്റ് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദ LED മോഡ്യൂൾ ഗ്ലോ. അവിടെ LED മോഡ്യൂൾ എന്ത് ചെയ്യുന്നു? ഗ്ലോ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പം നമ്മൾ വെറും പേപ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്നില്ല. പക്ഷേ വെറ്റ് പേപ്പർ ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അടുത്തത് കോപ്പർ വയർ ആണ്. കോപ്പർ വയർ യൂസ് ചെയ്യുമ്പോൾ ദ LED മോഡ്യൂൾ ഗ്ലോ. LED മോഡ്യൂൾ അവിടെ ഗ്ലോ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒബ്സർവേഷനും ഇൻഫറൻസും നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് എഴുതി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിയല്ലോ, വിച്ച് ഓഫ് ദി മെറ്റീരിയൽസ് യു യൂസ്ഡ് മെയ്ഡ് ദ LED ഗ്ലോ. ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചപ്പോഴാണ് നമ്മുടെ LED കത്തിയത്, LED പ്രകാശിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. ആ ടേബിളിൽ നോക്കി ഏതൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് എഴുതാവുന്നതേ ഉള്ളൂ. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് അതിൻ്റെ റീസൺ? ഈസിൻറ്റ് ഇറ്റ് ഡ്യൂ ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദോസ് മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസിൽ കൂടി ഇലക്ട്രിസിറ്റിയുടെ പാസേജ് ഉണ്ടായതുകൊണ്ടാണ് LED അവിടെ എന്ത് ചെയ്തത്? പ്രകാശിച്ചത് അല്ലേ? അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ LED അവിടെ പ്രകാശിച്ചു. ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തപ്പോൾ LED പ്രകാശിച്ചോ അതിൻ്റെ അർത്ഥം ആ മെറ്റീരിയൽസിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റിയെ ആ മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യുന്നു എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കൊടുത്തേക്കുന്നത് വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പറയാനുള്ളത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്തത്? നമ്മൾ യൂസ് ചെയ്ത സേഫ്റ്റി പിൻ, പിന്നെ ഏതാണ് നമ്മുടെ സ്റ്റീൽ സ്കെയില്, ചാർക്കോള്, പെൻസിൽ ഗ്രാഫൈറ്റ്, പിന്നെ മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ. ഇത്രയാണ് എന്തോന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത ഐറ്റംസ് അല്ലേ? ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇത്രയും ഐറ്റംസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതി ചേർക്കണം. പിന്നെ വിച്ച് മെറ്റീരിയൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? പേപ്പർ, പിന്നെ വുഡൻ പീസ്, പിന്നെ ഏതാണ്? പേപ്പർ, വുഡൻ പീസ്, പ്ലാസ്റ്റിക് ബാങ്കിൾ. ഇത്രയും ഐറ്റംസ് ആണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തത്. ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഏതൊക്കെ മെറ്റീരിയൽസ് ആണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ എഴുതി ചേർക്കണം. അറിയാമല്ലോ, നിങ്ങൾക്ക് ആ ടേബിളിൽ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ റൈറ്റ് യുവർ ഒബ്സർവേഷൻസ് ഇൻ ദ സയൻസ് ഡയറി. സയൻസ് ഡയറിയിൽ നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ? ഇതാണ്. ദ മെറ്റീരിയൽസ് സച്ച് ആസ് സേഫ്റ്റി പിൻ, സ്റ്റീൽ സ്കെയിൽ, ചാർക്കോൾ, പെൻസിൽ ഗ്രാഫൈറ്റ്, വെറ്റ് പേപ്പർ, കോപ്പർ വയർ എക്സെട്ര കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സേഫ്റ്റി പിൻ, സ്റ്റീൽ സ്കെയിലും ചാർക്കോളും പെൻസിൽ ഗ്രാഫൈറ്റും വെറ്റ് പേപ്പറും കോപ്പർ വയറും ഒക്കെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് ദ മെറ്റീരിയൽസ് സച്ച് ആസ് പേപ്പർ, എ പീസ് ഓഫ് വുഡ്, പ്ലാസ്റ്റിക് ബാങ്കിൾ എക്സെട്ര ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പേപ്പർ, വെറും പേപ്പർ അല്ലേ? ഡ്രൈ ആയിട്ടുള്ള പേപ്പർ, പിന്നെ ഒരു പീസ് ഓഫ് വുഡ് പീസ്, പിന്നെ പ്ലാസ്റ്റിക് ബാങ്കിൾ, പ്ലാസ്റ്റിക് വള, ഇതൊന്നും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത നമ്മൾ ഈ മുകളിൽ നമ്മൾ ചെയ്ത അറേഞ്ച്മെൻറ്റിൽ വേറൊരു പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? പ്ലേസ് യുവർ ഫിംഗേഴ്സ് ഓവർ ദ എൻഡ്സ് ഓഫ് എ ആൻഡ് ബി. എയും ബിയും അങ്ങനെ രണ്ട് എൻഡ് ഉണ്ടല്ലോ. ആ രണ്ട് എൻഡിൽ നമ്മളുടെ രണ്ട് ഫിംഗേഴ്സ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യാണ്.
എ ആൻഡ് ബി ഇൻ ദ ഡിവൈസ് മെയ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ് നമ്മൾ മെയ്ഡ് ചെയ്ത ആ ഡിവൈസിൽ ആ എയും ബി രണ്ട് എൻഡിൽ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യാണ്. ഡസ് ദ LED ഗ്ലോ? ഇവിടെ LED ഗ്ലോ ചെയ്യോ? ഇല്ല. ഇവിടെ LED ഗ്ലോ ചെയ്യുമോ? ഇല്ല. നോ, LED ഡിഡ് നോട്ട് ഗ്ലോ. LED ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഗ്ലോ ചെയ്യുന്നില്ല. LED ഡസ് നോട്ട് ഗ്ലോ. LED ഇവിടെ ഗ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഡസ് ദ LED ഗ്ലോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ LED ഡസ് നോട്ട് ഗ്ലോ. ഇവിടെ LED ഗ്ലോ ചെയ്യുന്നില്ല. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് വിത്ത് വെറ്റ് ഫിംഗേഴ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈ കുറച്ച് നനയ്ക്കണം. എന്നിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്താൽ വാട്ട് ചേഞ്ച് ഡിഡ് യു നോട്ടീസ്? നിങ്ങൾക്ക് എന്ത് ചേഞ്ചാണ് കാണാൻ കഴിയുന്നത്? അവിടെ LED ഗ്ലോ ചെയ്യും. വെറ്റ് ഹാൻഡ്സ് ആണെങ്കിൽ നമ്മുടെ കൈകൾ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് വെറ്റ് ആണെങ്കിൽ, നനഞ്ഞതാണെങ്കിൽ അവിടെ നമ്മൾ ആ രണ്ട് എൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവിടെ LED ഗ്ലോ ചെയ്യും. LED ഗ്ലോ ചെയ്യുന്നു. എന്താണ് ഗീവ് റീസൺ? എന്താണ് റീസൺ? നമ്മൾ നേരത്തെ ഒരു പേപ്പർ, ഡ്രൈ ആയിട്ടുള്ള പേപ്പർ യൂസ് ചെയ്തപ്പോൾ അവിടെ LED കത്തിയില്ല, അല്ലേ? LED പ്രകാശിച്ചില്ല. എന്നാൽ നമ്മൾ വെറ്റ് പേപ്പർ യൂസ് ചെയ്തപ്പോൾ അവിടെ LED പ്രകാശിച്ചു. അതുപോലെ ഇവിടെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തപ്പോൾ, എയിലും ബിയിലും ഡ്രൈ ആയിട്ടുള്ള ഫിംഗേഴ്സ് യൂസ് ചെയ്തപ്പോൾ LED ഗ്ലോ ചെയ്തില്ല. എന്നാൽ നമ്മൾ വെറ്റ് ഫിംഗേഴ്സ് യൂസ് ചെയ്തപ്പോൾ LED ഗ്ലോ ചെയ്തു. എന്താണ് ഇവിടുത്തെ റീസൺ? ഇവിടെ വെറ്റ് മെറ്റീരിയൽസ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വെറ്റായിട്ടുള്ള മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് വെറ്റാവുമ്പോൾ അതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബൾബ് ഗ്ലോ ചെയ്തത്. എന്നാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ പേപ്പറിൻ്റെ കാര്യത്തിൽ വെറ്റ് പേപ്പർ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു, ഡ്രൈ പേപ്പർ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? അത് മനസ്സിലായല്ലോ? എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്? അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിട്ടുള്ളത്. പ്ലേസ് യുവർ ഫിംഗേഴ്സ് ഓൺ ദ എൻഡ്സ് ഓഫ് എ ആൻഡ് ബി ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് പ്രിപ്പയർഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. ഡസ് ദ LED ലൈറ്റ് അപ്പ്? റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ആഫ്റ്റർ വെറ്റിംഗ് യുവർ ഫിംഗേഴ്സ്. വാട്ട് ചേഞ്ച് ഡിഡ് യു നോട്ടീസ്? ഗീവ് ദി റീസൺ. അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദ ബൾബ് വിൽ ഗ്ലോ ഓൺലി വെൻ ദ ഫിംഗേഴ്സ് വെയർ വെറ്റ്. നമ്മുടെ ഫിംഗേഴ്സ് വെറ്റായിരിക്കുമ്പോൾ മാത്രമേ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ വെറ്റ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വെറ്റ് മെറ്റീരിയൽസിന് മാത്രമേ ആ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ഇനി ഇവിടെ നോക്കൂ. ഡു നോട്ട് ഓപ്പറേറ്റ് സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. നമ്മുടെ പറയും നിങ്ങളുടെ കയ്യിൽ നനവുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ചിൽ തൊടരുത് എന്ന് നമ്മളുടെ പറയാറുണ്ട്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അതൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് എഴുതാം. അതായത് നമ്മുടെ ഇവിടെ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഡു നോട്ട് ഓപ്പറേറ്റ് സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്, ഫൈൻഡ് ഔട്ട് ദ റീസൺ. അതിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. വെറ്റ് മെറ്റീരിയൽസ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വെറ്റ് മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. സോ ടു ഓപ്പറേറ്റ് ദ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്സ് ക്യാൻ കോസ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ നമ്മുടെ കൈ നനവുണ്ടെങ്കിൽ, വെറ്റ് ഹാൻഡ് ആണെങ്കിൽ, അത് വെച്ചിട്ട് നമ്മൾ സ്വിച്ചിനെ ഓപ്പറേറ്റ് ചെയ്താൽ അതെന്ത് ചെയ്യുന്നു? ക്യാൻ കോസ് ഇലക്ട്രിക് ഷോക്ക്. നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ സ്വിച്ചിൽ തൊടരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളാരും നനഞ്ഞ വെറ്റ് ഹാൻഡ് കൊണ്ട് സ്വിച്ചിൽ തൊടുകയോ സ്വിച്ച് യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് പഠിക്കാനുള്ള പോർഷൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. നമ്മൾ ഈ പറഞ്ഞു വെച്ച ഭാഗത്ത് നിന്ന് നമുക്കൊരു നിഗമനത്തിലെത്താമല്ലോ. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന്? Conductors are the substances that allow electricity to pass through them. ഇലക്ട്രിസിറ്റിയെ അതിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ്. കണ്ടക്ടേഴ്സ് ഒരു സബ്സ്റ്റൻസ് ആണ്. ദാറ്റ് അലോ, അത് അനുവദിക്കുന്നു. എന്തനുവദിക്കുന്നു? ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അവയിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ അനുവദിക്കുന്നു. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ അനുവദിക്കുന്നുവോ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ അനുവദിക്കാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ് ആൻഡ് വാട്ടർ ആർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ് ആൻഡ് വാട്ടർ. ഇതൊക്കെ നമ്മുടെ കണ്ടക്ടേഴ്സാണ്. ഡ്രൈ വുഡൻ ബ്ലോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക് ക്ലോത്ത് എക്സെട്ര ആർ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള വുഡൻ ബ്ലോക്ക്,
നമ്മുടെ തടിക്കഷ്ണം ഉണ്ടല്ലോ, തടിക്കഷ്ണം, ഡ്രൈ ആയിട്ടുള്ള തടിക്കഷ്ണം, പേപ്പർ, പ്ലാസ്റ്റിക്, പിന്നെ ക്ലോത്ത്, ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സാണ്. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ മിക്കവാറും ഉള്ള എല്ലാ മെറ്റൽസും എന്താണ്? കണ്ടക്ടേഴ്സാണ്. എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സാണ്. അയൺ ഒരു മെറ്റലാണ്, ഗോൾഡ് ഒരു മെറ്റലാണ്, കോപ്പർ ഒരു മെറ്റലാണ്, സ്റ്റീൽ മെറ്റലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കണ്ടക്ടേഴ്സാണ്. ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടേഴ്സാണ്. അപ്പം മെറ്റൽസ് എല്ലാം എന്താണ്? ഇലക്ട്രിക് കണ്ടക്ടേഴ്സാണ്. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ഒക്കെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ആ സന്ദർഭങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ടേബിളിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ ഇലക്ട്രിസിറ്റി വരുമ്പോഴാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സ്വിച്ച് തന്നെ ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ബൾബോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റോ ഒക്കെ ഗ്ലോ ചെയ്യുന്നത്, അല്ലേ? അത് പ്രകാശിക്കുന്നത്. അപ്പം നമ്മൾ ആ ഓൺ ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ചിൽ എന്താണ്? നമ്മൾ തൊടുന്നു, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കറണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. കാരണം എന്താണ്? അത് ഇൻസുലേറ്റർ വെച്ചിട്ടാണ് ആ സ്വിച്ച് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തുള്ള പാർട്ട് എന്ന് പറയുന്നത് കണ്ടക്ടറാണ്. പക്ഷേ നമ്മൾ തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇൻസുലേറ്റർ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് ഏൽക്കാത്തത്, കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ടേബിളിൽ എഴുതണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കിക്കോളൂ. സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. കണ്ടക്ടർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ്? ദ കോപ്പർ വയർ ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ. അതായത് കോപ്പർ വയറാണ് നമ്മൾ കറണ്ട് എന്താണ് ഫ്ലോ യൂസ് ചെയ്യുന്ന ഒരു വയർ എന്ന് പറയുന്നത്. കോപ്പർ എന്ന് പറയുന്നത് നല്ലൊരു ഇലക്ട്രിക് കണ്ടക്ടറാണ്. അപ്പോൾ ഈ കോപ്പർ വയർ യൂസ് ചെയ്യുമ്പോൾ അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. പക്ഷേ കോപ്പർ വയറിൽ നമ്മൾ ഡയറക്റ്റ് ചെന്ന് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഷോക്ക് ഏൽക്കും, അല്ലേ? അപ്പോൾ കോപ്പർ വയർ നമ്മൾ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡ് നോക്കൂ. സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. അവിടെ നോക്കുക, പ്ലാസ്റ്റിക് കോട്ടിംഗ് ഓവർ കോപ്പർ വയർ. അവിടെ ഈ കോപ്പർ വയറിൻ്റെ ചുറ്റും എന്താണ്? ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുക്കുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുക്കുന്നത് കൊണ്ട് കോപ്പർ വയർ വഴി നമുക്ക് എന്താണ്? ഷോക്ക് ഏൽക്കുന്നില്ല. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. ഇതാണ് രണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കോപ്പർ വയർ യൂസ് ചെയ്യുന്ന കണ്ടക്ടറായിട്ടും ഇൻസുലേറ്ററായിട്ടും യൂസ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസ്. ഇനി ബാക്കി ഇവിടെ വേറെ കോളംസ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ബാക്കിയുള്ള സിറ്റുവേഷൻസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയല്ലോ, സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. കണ്ടക്ടർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഒന്നാമത്തെ നോക്കൂ. മെറ്റൽ പിൻസ് ഇൻ പ്ലഗ്സ് ആർ മെയ്ഡ് വിത്ത് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അതായത് പ്ലഗിലുള്ള മെറ്റൽ പിൻ ഉണ്ടല്ലോ, മെറ്റൽ പിൻ. നമ്മൾ ഏതൊരു ഇലക്ട്രിക് ഡിവൈസ് എടുത്താലും അതിൻ്റെ അകത്തൊരു ഒരു പ്ലഗ് കാണും. ആ പ്ലഗിൽ മെറ്റൽ പിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ആ മെറ്റൽ പിൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കറണ്ട് അടിക്കും. അത് നമ്മൾ എവിടെ നമ്മൾ ഈ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കണക്ട് ചെയ്യാതെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അടിക്കില്ല, അല്ലെങ്കിൽ കറണ്ട് അടിക്കും. പക്ഷേ അതിൻ്റെ ബാക്കിലൊരു പോർഷൻ ഉണ്ടായിരിക്കും. അവിടെ പിടിച്ചാണ് നമ്മൾ ആ കണക്ട് ചെയ്യുന്നത്. അവിടെ പിടിച്ചാണ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കറണ്ട് അടിക്കില്ല. കാരണം അത് നിർമ്മിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ഇൻസുലേറ്റർ വെച്ചിട്ടാണ്. പക്ഷേ മെറ്റൽ പിന്ന് നിർമ്മിച്ചേക്കുന്നത് എന്താണ്? കണ്ടക്ടറാണ്. ഇലക്ട്രിക് കണ്ടക്ടർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ മെറ്റൽ പിൻസ് ഇൻ പ്ലഗിലെ മെറ്റൽ പിൻസ് ആർ മെയ്ഡ് വിത്ത് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അത് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ദ പാർട്ട് ഓഫ് ദി മെറ്റൽ പിൻ ഇൻ പ്ലഗിലെ മെറ്റൽ പിന്നിൻ്റെ പാർട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന ഈസ് കവേർഡ് വിത്ത് ദ പ്ലാസ്റ്റിക്. അത് കവർ ചെയ്തിട്ടുള്ള എന്ത് വെച്ചിട്ടാണ്? പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇലക്ട്രിക് ടെസ്റ്റേഴ്സ് ആർ മെയ്ഡ് വിത്ത് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രിക് ടെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, കറണ്ട് ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റർ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡിൽസ് ഓഫ് ഇലക്ട്രിക് ടെസ്റ്റേഴ്സ് ആർ മെയ്ഡ് വിത്ത് പ്ലാസ്റ്റിക്. എന്നാൽ ഇലക്ട്രിക് ടെസ്റ്റേഴ്സിൻ്റെ ഹാൻഡിൽസ് നിർമ്മിച്ചേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. അടുത്ത മൂന്നാമത്തത്, അലുമിനിയം വയർ ഈസ് യൂസ്ഡ് ടു ക്യാരി ഇലക്ട്രിസിറ്റി നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനിയം വയർ യൂസ് ചെയ്യുന്നു. ഇനി അതിൽ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്ന സന്ദർഭമാണ്. ദ പാർട്ട് ഓഫ് ദി അലുമിനിയം വയർ വി ടച്ച് ഈസ് കവേർഡ് വിത്ത് ഇൻസുലേഷൻ ടേപ്പ്. എന്നാൽ നമ്മൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ വീട്ടിലോട്ട് ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അലുമിനിയം വയർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് അതിൽ നമുക്ക് ടച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവിടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി അടുത്തത് ഫ്യൂസ് വയർസ് ആർ മെയ്ഡ് ഓഫ് കണ്ടക്ടേഴ്സ്. ഫ്യൂസ് വയർ നമ്മൾ കണ്ടക്ടർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ദ പാർട്ട് ഓഫ് ദി സ്വിച്ച് വി ടച്ച് ഈസ് മെയ്ഡ് വിത്ത് പ്ലാസ്റ്റിക്. സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചസ് ഒക്കെ ഉണ്ടല്ലോ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന, ഈ സ്വിച്ചിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന പോർഷൻ എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം അത് ഇൻസുലേറ്ററായിട്ട് വർത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതാ നോക്കിയോ, ലെറ്റ്സ് റിപ്പീറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് യു ഹാവ് ഡൺ ടു ഡിസ്റ്റിംഗ്വിഷ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കണക്ട്സ് ദ എൻഡ്സ് എ ആൻഡ് ബി യൂസിങ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സ്റ്റൻസ്. എയും ബിയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കുറേ സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എയും ബിയും കണക്ട് ചെയ്യണം. ആ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്? അയൺ നെയിൽ, അയണിൻ്റെ നെയിൽ എന്ന് വെച്ചാൽ മറ്റേ ആണി ഉണ്ടല്ലോ, ഇരുമ്പാണി. പിന്നെ കോപ്പർ വയർ വെച്ച് കണക്ട് ചെയ്യണം. സിൽവർ ഓർണമെൻറ്റ്, സിൽവറിലുള്ള ഒരു വെള്ളി ആഭരണം വെച്ച് കണക്ട് ചെയ്യണം. ഗോൾഡ് ഓർണമെൻറ്റ്, ഒരു ഗോൾഡ് സ്വർണ്ണത്തിലുള്ള ഒരു ആഭരണം വെച്ച് കണക്ട് ചെയ്യണം. അലുമിനിയം വയർ വെച്ച് കണക്ട് ചെയ്യണം. എ പീസ് ഓഫ് സിങ്ക്, ഒരു സിങ്കിൻ്റെ പീസ് വെച്ച് കണക്ട് ചെയ്യണം. ലെഡിൻ്റെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യണം. മഗ്നീഷ്യം റിബൺ വെച്ച് കണക്ട് ചെയ്യണം. എ പീസ് ഓഫ് ടിൻ ഷീറ്റ്, ഒരു ടിൻ ഷീറ്റിൻ്റെ പീസ് വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഇത്രയും വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ എല്ലാ സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസ് എല്ലാം ഇലക്ട്രിക് കണ്ടക്ടേഴ്സാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ആ LED സ്ട്രിപ്പ് ഗ്ലോ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അയൺ വെച്ചിട്ടുള്ളത്, കോപ്പർ വയർ, സിൽവർ ഓർണമെൻറ്റ്, ഗോൾഡ് ഓർണമെൻറ്റ്, അലുമിനിയം വയർ, സിങ്ക്, ലെഡ് വയർ, മഗ്നീഷ്യം റിബൺ, ടിൻ ഷീറ്റ്, ഇതെല്ലാം നമ്മൾ എയും ബി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ LED സ്ട്രിപ്പ് ഗ്ലോ ചെയ്യും. കാരണം എന്താണ്? ഈ എല്ലാ സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? യെസ്, ഓൾ ദി സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അടുത്തത്, ഡു ദീസ് സബ്സ്റ്റൻസ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? ഈ എല്ലാ സബ്സ്റ്റൻസിനും എന്തെങ്കിലും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ? യെസ്. എന്താണ്? ദീസ് സബ്സ്റ്റൻസസ് ആർ ഓൾ മെറ്റൽസ്. എല്ലാ സബ്സ്റ്റൻസും എന്താണ്? മെറ്റൽസ് ആണ്. ഓൾ ദ സബ്സ്റ്റൻസസ് ആർ മെറ്റൽസ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസും എന്താണ്? മെറ്റൽസ് ആണ്. അപ്പോൾ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടറാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതൊരു മെയിൻ പോയിൻ്റാണ് നമ്മൾ പഠിച്ചു വച്ചേക്കണം. ഇനി ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മെറ്റൽസ് ആർ ലെസ്ട്രസ്, ഹാർഡ് ആൻഡ് സ്ട്രോങ് സബ്സ്റ്റൻസസ്. വളരെ ഹാർഡ് സ്ട്രോങ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് മെറ്റൽ എന്ന് പറയുന്നത്. മെനി മെറ്റൽസ് ലൈക്ക് അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ്, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ എക്സെട്ര. ഇതൊക്കെ മെറ്റൽസ് ആണ്. ഏതൊക്കെയാണ് മെറ്റൽസിന് എക്സാമ്പിൾ? അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ്, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ. ഇതൊക്കെ എന്താണ്? മെറ്റൽസ് ആണ്. ഹൗ ബീൻ ഡിസ്കവേർഡ്? യൂഷ്വലി മെറ്റൽസ് ആർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. പക്ഷേ മിക്കവാറും ഒക്കെ മെറ്റൽസ് എന്ന് പറയുന്നത് സാധാരണ സോളിഡ് സ്റ്റേറ്റിലാണ്. അണ്ടർ നോർമൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ. നോർമലായിട്ടുള്ള അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ മെറ്റൽസ് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ബട്ട് മെർക്കുറി എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റലാണ് ഏത്? മെർക്കുറി. മെർക്കുറി ഈസ് എ മെറ്റൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലാണ് മെർക്കുറി. ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടറാണ്. അപ്പോൾ മെർക്കുറി എന്ന് പറയുന്നതും ഇലക്ട്രിസിറ്റിയുടെ ഒരു കണ്ടക്ടറാണ്. പക്ഷേ അത് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റ് ആണോ? അല്ല, ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. ദ ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് മെറ്റൽസ് ഹാവ് ബ്രോഡ് റിമാർക്കബിൾ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ മെറ്റൽസിൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ ഉപയോഗവും. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ അഗ്രികൾച്ചർ, ടൂൾസ് ആൻഡ് സോഷ്യൽ ലൈഫ് ഫ്രം പാലിയോലിത്തിക് ടു ബ്രോൺസ് ഏജ്. പാലിയോലിത്തിക്കിൽ നിന്ന് ബ്രോൺസ് ഏജിലോട്ട് വന്നപ്പോൾ ഈ മെറ്റൽസിൻ്റെ കണ്ടുപിടുത്തം അഗ്രികൾച്ചർ ടൂൾസ് ഉണ്ടാക്കാനും പിന്നെ മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ യൂസ് ചെയ്ത കുറച്ച് പിന്നെ എന്താണ് ആയുധങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് പഠിക്കാം. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.